ചെറുപ്പത്തിൽ ആക്ച്വലി ഫോൺ കണ്ടെന്നല്ലാതെ യൂസ് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കാരണം പാരൻസ് തന്നിട്ടുണ്ടായില്ല, ഫോക്കസ് പോകുമെന്ന് വിചാരിച്ചിട്ട്. ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു ആ കാലത്ത്, പക്ഷേ സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 5th സ്റ്റാൻഡേർഡ് ആയപ്പോൾ, കൊറോണ ആയപ്പോൾ ഫോണില്ലാതെ ഒന്നും പറ്റാതെയായി. നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, എല്ലാവരും ആണെങ്കിൽ റീൽസും ഇട്ട് തുടങ്ങി. അപ്പോൾ എന്തായാലും ഡാൻസൊക്കെ പഠിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും അപ്പോൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് തമിഴ് റീൽസ് ആയിരുന്നു ചെയ്തു തുടങ്ങിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരങ്ങ് പറഞ്ഞു അമൃതയ്ക്ക് രശ്മിക മന്ദാനേൻ്റെ കട്ടുണ്ട്, അപ്പോൾ രശ്മികേൻ്റെ റീൽസ് ചെയ്തുകൂടെ. അപ്പോൾ ഞാൻ എപ്പോഴും രശ്മികേൻ്റെ റീൽസ് ചെയ്യുമ്പോൾ എനിക്ക് 100K കൂടുതൽ ലൈക്സ് തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഞാൻ പുഷ്പേൻ്റെ പ്രൊമോ വീഡിയോ ഉണ്ടായിരുന്നു, സോസേക്കിൻ്റെ. അപ്പോൾ ഞാൻ അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പോയി റീലെടുത്തു. അത് ഭയങ്കര വ്യൂസായിട്ട് കയറി, കാരണം അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത്. അപ്പം തന്നെ ഞാൻ കറക്റ്റ് ടൈമിൽ ചെയ്തിരുന്നു. അപ്പോൾ കമൻറ്റിൽ ഒറിജിനൽ രശ്മിക മന്ദാന ഹാർട്ട് കമൻ്റ് ഇട്ട്. ഞാൻ ആദ്യം പോയൊന്ന് ചെക്ക് ചെയ്തത് ഫേക്ക് അക്കൗണ്ട് വല്ലതും ആയിരിക്കും, പക്ഷെ ഒറിജിനലായിരുന്നു. ഞാൻ തുള്ളിച്ചാടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് രശ്മിക റീൽസ് ഇട്ടാലും എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും പറയാറുണ്ട് രശ്മികേൻ്റെ റീൽസ് ഇനിയും ചെയ്യ്, നല്ലോണം വ്യൂസ് കിട്ടും, ലൈക്ക് കിട്ടും എന്നുള്ളത്. तेरे होठों होठों पे वादे मेरे, तेरे होठों होठों पे बातें मेरी, चैन जैसा तेरा ख्याल धीरे धीरे आए, देखो क्या क्या बताएं बागी हवाएं, धीमे सुरों में गाए. അപ്പോൾ ഞാൻ രശ്മികേൻ്റെ റീൽസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഹിറ്റായി തുടങ്ങി. അപ്പോൾ ഞാൻ തെലുഗു റീൽസും പിന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തെലുങ്കാനയിൽ നിന്ന് കുറേ ഫിലിം ഓഫേഴ്സും കിട്ടി, ഹീറോയിനായിട്ട്, ഹീറോയിൻ്റെ സിസ്റ്റേഴ്സായിട്ട്. പക്ഷേ അവരൊക്കെ വിചാരിച്ചത് ഞാൻ ഒരു 20 വയസ്സൊക്കെ കാണും, കോളേജ് സ്റ്റുഡൻ്റാന്നൊക്കെ ആയിരുന്നു അവർ വിചാരിച്ചത്. അമ്മയാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് എനിക്ക് 14 വയസ്സേ ഉള്ളൂ, വലിയ കൊച്ചൊന്നും അല്ല. പിന്നെ ആരോടും പറയണ്ട, എനിക്ക് തെലുങ്ക് അറിയില്ല.